പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തിരുവനന്തപുരത്ത് വരുന്നു 23-ാം തീയതി. ഇതോടുകൂടി അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള കാഹളം മുഴങ്ങുകയാണ്. എന്തായിരിക്കും മോദിജിയുടെ പ്ലാൻ? കേന്ദ്ര ഗവൺമെൻറ് കഴിഞ്ഞ എത്രയോ കാലങ്ങളായി കേരളത്തിൻ്റെ സമഗ്രമായിട്ടുള്ള വികസനത്തെ മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാ മേഖലയിലും, അത് റെയിൽ ഗതാഗതവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, റെയിൽവേ സ്റ്റേഷനുകളുടെ വികസനത്തിന് വേണ്ടി, നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി, ഗ്രാമീണ റോഡുകളുടെ വികസനത്തിന് വേണ്ടി, വിദ്യാഭ്യാസ മേഖല, ഇപ്പോൾ PM ശ്രീ പദ്ധതിയിലേക്ക് കേരളം വരുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം തന്നെ കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ സാധാരണ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കേരളത്തിന് ഒരു ഘട്ടത്തിലും മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വത്തിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട് പ്രളയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വയനാട്ടിലെ കെടുതികൾ ഉണ്ടായതിനു ശേഷം, ഇടുക്കിയിൽ പ്രശ്നങ്ങളുണ്ടായ സമയത്ത്, കേരളം മുഴുവൻ കൊറോണ പ്രശ്നങ്ങളുണ്ടായ സമയത്തും, അതുപോലെ തന്നെ 2018-ലും 2019-ലും പ്രളയമുണ്ടായ സമയത്തും ഒക്കെ കേന്ദ്ര ഗവൺമെൻറ് അകമഴിഞ്ഞ് സഹായിക്കുകയും അതോടൊപ്പം തന്നെ ഫണ്ട് വകയിരുത്തുകയും, ഇപ്പോൾ വയനാട്ടിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള ഫണ്ടിൻ്റെ ബലത്തിലാണ് അവിടുത്തെ വികസന പ്രവർത്തനങ്ങൾ പലപ്പോഴും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് എന്തൊക്കെയാണോ പൊതുവായി കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി കൊടുക്കുന്നത് അതിൻ്റെ ഇരട്ടിയും കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഉദാഹരണത്തിന് 2004 മുതൽ 2014 വരെയുള്ള സർക്കാർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. UPA-യുടെ കാലഘട്ടത്തിൽ LDF, UDF മുഴുവൻ കേരളത്തിൽ നിന്നുള്ള മുഴുവൻ MP-മാരും, ഒരു MP പോലും ഇല്ലാതെ മുഴുവൻ MP-മാരും ആ ഗവൺമെൻറ്റിനെ പിന്തുണച്ചിരുന്നു. എന്നിട്ടും കേരളത്തിന് കിട്ടിയതിൻ്റെ ഇരട്ടിയും 10 ഇരട്ടിയും വരെയാണ് ഫണ്ട് വകയിരുത്തിയിട്ടുള്ളത് പല ഹെഡുകളിലായി. ഉദാഹരണത്തിന് റെയിൽവേയുടെ വികസനം 10 വർഷക്കാലം UPA-യുടെ കാലഘട്ടത്തിൽ നടക്കാതിരുന്നതാണ് കഴിഞ്ഞ 10 വർഷക്കാലം കൊണ്ടുണ്ടായത്. നമ്മുടെ എറണാകുളം റെയിൽവേ സ്റ്റേഷൻ, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ, തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ, തിരുവനന്തപുരം തുടങ്ങി കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഒക്കെ വലിയ തരത്തിൽ മോഡിഫിക്കേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ കേരളത്തിലെ റെയിലിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്ദേ ഭാരത് ട്രെയിനുകൾ അനുവദിക്കുന്ന സമയത്ത് എല്ലാം കേരളത്തിന് വലിയ ആശ്വാസം നൽകുന്ന പദ്ധതികളും നടപടികളും സ്വീകരിച്ച ഗവൺമെൻറ്റാണ് കേന്ദ്ര ഗവൺമെൻറ്. കേരളത്തിലെ ജനങ്ങളത് തിരിച്ചറിയുന്നുണ്ട്. ഉദാഹരണത്തിന് കേരളത്തിലെ ജനങ്ങൾക്ക് കൂടുതൽ പ്രയോജനം ലഭിക്കേണ്ടിയിരുന്ന ആയുഷ്മാൻ ഭാരത് പദ്ധതി കേരളത്തിൽ നടപ്പാക്കേണ്ടതായി തീരുമാനിച്ചു. PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ടതായി തീരുമാനിച്ചതുപോലെ തന്നെ. അപ്പോൾ കേരളത്തിൽ എത്രയോ ആളുകൾക്ക് ആരോഗ്യ ഇൻഷുറൻസ് മേഖലയിൽ ബെനിഫിറ്റ് കിട്ടുമായിരുന്ന ഒരു പദ്ധതിയാണ് കേരള ഗവൺമെൻറ് വേണ്ടാന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ കേരളത്തിനെ എപ്പോഴെങ്കിലും മാറ്റി നിർത്തുക എന്നുള്ളതല്ല, കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ രാജ്യത്തെ എമ്പാടുമുണ്ടായിട്ടുള്ള സ്റ്റാർട്ടപ്പുകളുടെ വളർച്ച പോലെ തന്നെ കേരളത്തിലും അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങി. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതികൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിൽക്കുന്ന പദ്ധതികൾക്കപ്പുറത്ത് വികസനത്തിന് ഫണ്ട് കൊണ്ടുവന്ന ഒരു പദ്ധതി കേരള ഗവൺമെൻറ്റിനെ കാണിക്കാനുണ്ട്. ഒരു പദ്ധതി പോലും സർക്കാർ മേഖലയിൽ സർക്കാർ സ്പോൺസർഷിപ്പോടുകൂടി, സർക്കാരിൻ്റെ പിന്തുണയോടുകൂടി തുടങ്ങി എന്നുള്ളത് കാണിക്കാനില്ല. വ്യവസായികൾ കേരളം വിട്ടുകൊടുക്കുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വന്നു എന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് വന്നപ്പോൾ കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായിക്ക് കേരളം വിട്ടോടേണ്ട സാഹചര്യമുണ്ടായി. അപ്പോൾ വ്യവസായങ്ങൾ കേരളത്തിലേക്ക് വരുന്നില്ല. ആ സാഹചര്യം ജനങ്ങൾ തിരിച്ചറിയുന്നു. അപ്പോൾ കേരളത്തിന് വികസനം ഉണ്ടാകണം, കേരളത്തിലൊരു വലിയ മുന്നേറ്റം ഉണ്ടാകണം. ആ വികസനത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന പദ്ധതികൾക്കൊപ്പം നിന്നുകൊണ്ട്, കേന്ദ്ര ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന നയങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, പ്രത്യേകിച്ച് അതിനെ പിന്തുണക്കുന്ന തരത്തിലേക്കുള്ള, അതിന് അനുഭാവപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്ന തരത്തിലേക്കുള്ള ഒരു ഗവൺമെൻറ് ഉണ്ടാകണം എന്ന് ജനങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ജനങ്ങൾ തീരുമാനിച്ചതിൻ്റെയും ചിന്തിച്ചതിൻ്റെയും ഫലമാണ് തൃശ്ശൂരിൽ നിന്ന് ഒരു MP ഉണ്ടായത്. ഇപ്പോൾ പാർലമെൻറ്റിനകത്ത്, ലോകസഭയ്ക്കകത്ത് MP ഇല്ലാതിരുന്ന കേരളത്തിൻ്റെ പ്രാതിനിധ്യം വന്നതോടുകൂടി നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ആവശ്യപ്പെടാനും, ഇപ്പോൾ ട്രെയിനുകൾ, കഴിഞ്ഞ ദിവസം വീണ്ടും ട്രെയിനുകൾ കേരളത്തിന് അനുവദിച്ചിരിക്കുന്നു. എയിംസ് അനുവദിക്കുമെന്നുള്ള സാഹചര്യത്തിലേക്ക് വരുന്നു. സംസ്ഥാന ഗവൺമെൻറ് സ്ഥലമെടുത്ത് കൊടുക്കേണ്ട സാഹചര്യമാണുള്ളത്. 60,000 കോടി രൂപയാണ് നാഷണൽ ഹൈവേയുടെ വികസനത്തിന് വേണ്ടി ഇതുവരെ ചെലവഴിച്ചത്. ഇനി ഏകദേശം 50,000 കോടി രൂപയ്ക്ക് മേലെ പദ്ധതികൾ പൈപ്പ് ലൈനിൽ നിൽക്കുകയാണ്, വീണ്ടും നടപ്പാക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് ഈ തരത്തിൽ വരുന്ന വലിയ ഒരു വികസനത്തിൻ്റെ സാധ്യത, ഉദാഹരണത്തിന് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായില്ലേ?
അപ്പോൾ എത്രയോ വലിയ പദ്ധതികൾ കേരളത്തിൽ നടപ്പാക്കുന്നു, യാഥാർത്ഥ്യമാക്കുന്നു, ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. അത് പ്രഖ്യാപിച്ച് കല്ലിട്ട് പോവുക എന്നുള്ളതല്ല, അത് നടപ്പാക്കി ജനങ്ങൾക്ക് കിട്ടുന്നു. കൊല്ലം ബൈപ്പാസ് റോഡ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നടപ്പായത്. ആലപ്പുഴയിലെ ബൈപ്പാസ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് നടപ്പായത്. ഇപ്പോൾ വടക്കൻ കേരളത്തിലേക്ക് പോയാൽ മാഹിയും കടന്ന് കണ്ണൂരും അതിനപ്പുറത്തേക്കുള്ള സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ എത്രയോ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്ന ജനങ്ങളാണ്. ആ അനുഭവത്തിന് എത്രയോ മാറ്റം വന്നിരിക്കുന്നു. ഇപ്പോൾ പാലക്കാട് മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ റോഡുകൾക്ക് എത്രയോ വ്യത്യാസം വന്നിരിക്കുന്നു. എത്ര പെട്ടെന്ന് കേരളത്തിലെ റോഡ് വികസനത്തിൻ്റെ സാധ്യതകൾ വളരുന്നു എന്നുള്ളത് ഈ സംസ്ഥാനത്തിൻ്റെ വ്യാവസായിക വിതരണ മേഖലകളിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ തുടക്കമാണ്. ഈ ജനങ്ങൾ ആണ് പാർലമെൻറ്റിലേക്ക് BJPക്ക് സീറ്റ് കൊടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം. അത് വീണ്ടും വളർന്ന് പഞ്ചായത്തുകളുടെ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷൻ, മറ്റ് മുനിസിപ്പാലിറ്റികൾ, കോർപ്പറേഷനുകൾ, ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലെ ഭരണ സംവിധാനത്തിലേക്ക് മെമ്പർമാരുടെ എണ്ണത്തിലുള്ള വർധനവ്, ഇതെല്ലാം കേരളത്തിലുണ്ടാകുന്നൊരു പൊളിറ്റിക്കൽ ചേഞ്ചാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നേരിട്ട് വികസനം അനുഭവിക്കുന്ന, നേരിട്ട് ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അവർ BJPക്കും കേന്ദ്ര ഗവൺമെൻറ്റിനും അനുകൂലമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നു. ഇത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കേരളത്തിൽ എത്രയോ തവണ വന്നു പോയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം വീണ്ടും വരാൻ വേണ്ടി പോകുന്നു. ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുന്നതോടുകൂടി കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് വികസന രാഷ്ട്രീയത്തിൽ, അത് LDFും UDFും മുന്നോട്ട് വെക്കുന്ന വർഗീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല, കേരളത്തിൻ്റെ വികസനത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഒരു വലിയ മാറ്റം, അതിൻ്റെ സാധ്യത തുറന്നു കാണിക്കുന്നതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസം അദ്ദേഹം ആസാമിലും ബംഗാളിലുമൊക്കെ പോയ സമയത്ത് ഉയർത്തി കാണിച്ചൊരു പ്രധാനപ്പെട്ട വിഷയം, തെക്കേ ഇന്ത്യയിൽ കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട തലസ്ഥാന നഗരത്ത് ഭരണം BJPയെ ജനങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ BJPക്ക് വിശ്വാസം കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുക എന്നുള്ളതാണ്. അത് വോട്ട് ചോരിയല്ല. കോൺഗ്രസ് പറയുന്നത് എന്താണ്? വോട്ട് ചോരിയാണെന്നാണ്. ജനങ്ങൾ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഒരു സർക്കാരിനെ, ഒരു സംവിധാനത്തിനെ, ഒരു ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിനെ ഒക്കെ അധികാരത്തിൽ ഏറ്റുമ്പോൾ അത് വോട്ട് ചോരിയാണ്, കള്ളവോട്ടുകളാണ് എന്ന് രാഷ്ട്രീയ പ്രസ്താവനകൾ നടത്തിയത് കൊണ്ട് വിജയിക്കാൻ വേണ്ടി കഴിയില്ല. അത് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുക്കുമ്പോൾ ജനങ്ങൾ അംഗീകാരം നൽകുന്നതാണ്. ആ അംഗീകാരം കേരളത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിലും അതിൻ്റെ സാധ്യതകൾ ഉണർന്നു വരുന്നു എന്നുള്ളത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സൂചിപ്പിച്ചു. അപ്പോൾ അദ്ദേഹം കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളത്തിലെ ജനങ്ങൾ ആ നേതൃത്വത്തെ വിശ്വാസത്തിലെടുത്തു തുടങ്ങി. BJPക്കെതിരെ നടത്തിയിരുന്ന തെറ്റായിട്ടുള്ള പ്രചരണങ്ങൾ, അതിനെല്ലാം ജനങ്ങൾ മാറ്റിവെക്കുകയാണ്. BJPക്കെതിരെ കൊണ്ടുവന്ന LDF UDFിൻ്റെ ഒരുമിച്ചുള്ളൊരു പ്രചരണമുണ്ട്. BJP വിരുദ്ധ പ്രചരണം, BJP വിരുദ്ധ രാഷ്ട്രീയം. BJP അധികാരത്തിൽ കയറ്റില്ല, ജയിപ്പിക്കില്ല, MLA ഉണ്ടാവാൻ സമ്മതിക്കില്ല, MP ഉണ്ടാവാൻ സമ്മതിക്കില്ല, പഞ്ചായത്തുകൾ ജയിക്കാൻ സമ്മതിക്കില്ല. ആ തരത്തിലുള്ള ഒരു രാഷ്ട്രീയത്തിൽ നിന്ന് കേരളത്തിലെ ജനങ്ങൾ മാറുകയാണ്. BJPയെ ഏറ്റവും വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സംവിധാനമായി കേരളത്തിലെ ജനങ്ങൾ മാറി ചിന്തിക്കുന്നു എന്നുള്ളതാണ്. ആ മാറി ചിന്തിക്കൽ നേരത്തെ ത്രിപുരയിലുണ്ടായിട്ടുണ്ട്, ബംഗാളിലുണ്ടായിട്ടുണ്ട്, മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസ് റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ BJP വരുന്നത് പോലെ തന്നെ LDF അല്ലെങ്കിൽ ഇടതുപക്ഷം റീപ്ലേസ് ചെയ്യപ്പെടുമ്പോഴും BJPയാണ് വരുന്നത്. LDF റീപ്ലേസ് ചെയ്താൽ കോൺഗ്രസ് വരുന്ന കാലഘട്ടം പോയി, കോൺഗ്രസ് റീപ്ലേസ് ചെയ്താൽ LDF വരുന്ന കാലഘട്ടം പോയി. റീപ്ലേസ് ചെയ്യപ്പെടുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് BJPയാണ്. BJPക്കാണ് ജനങ്ങളുടെ അംഗീകാരം കിട്ടുന്നത്. അതിൻ്റെ കാരണം മുന്നോട്ട് വെക്കുന്ന വികസന പദ്ധതികൾ, മുന്നോട്ട് വെക്കുന്ന അജണ്ടകൾ, അതായത് രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും സാമൂഹികപരമായിട്ടാണെങ്കിലും വ്യക്തികളുടെ ജീവിതം ഉയർത്തുന്നതിൻ്റെ കാര്യത്തിലാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിലെ പ്രധാനപ്പെട്ട UDFിൻ്റെ പല നേതാക്കന്മാരും, പ്രത്യേകിച്ച് ശ്രീ P. ചിദംബരം അടക്കമുള്ള, തോമസ് ഐസക് അടക്കമുള്ള LDFിൻ്റെയും കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഡിജിറ്റലൈസേഷൻ വന്ന സമയത്ത് നടത്തിയിട്ടുള്ളൊരു വലിയ പ്രചരണമുണ്ട്. അതായത് UPI വന്ന സമയത്ത് സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കൈകളിൽ, അതായത് പച്ചക്കറി കച്ചവടം നടത്തുന്നവർ, മത്സ്യക്കച്ചവടം നടത്തുന്നവർ, ചെറിയ ചെറിയ വ്യാപാരങ്ങൾ നടത്തുന്നവർ, റോഡ് സൈഡിലുള്ള കച്ചവടക്കാർ, വഴിയോര കച്ചവടക്കാർ, ഇവർക്കൊക്കെ ഏത് കാലഘട്ടത്തിൽ ബാങ്കിങ് നടത്തി ഡിജിറ്റൽ പേയ്മെൻറ്റിലേക്ക് മാറാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്. ഇത് നടപ്പാകാൻ പോകുന്നതല്ല എന്ന് പറഞ്ഞവരാണ് ശ്രീ P. ചിദംബരം. ആ കൂട്ടത്തിലുള്ള ആളാണ് ഡോക്ടർ തോമസ് ഐസക്. അങ്ങനെ LDFിൻ്റെ നേതൃത്വത്തിലും മന്ത്രിമാരും കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുമായിട്ടുള്ള ആളുകൾ അതൊരു വലിയ പ്രചരണം നടത്തി. രാജ്യത്ത് അത് നടക്കുന്നതല്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? സാധാ കടക്കാർ പോലും, അതെ, ചെറിയ ചെറിയ കച്ചവടം നടത്തുന്നവർ, ആഴ്ചച്ചന്തയിൽ പോലും, അത് റോഡ് സൈഡിൽ വ്യാപാരം നടത്തുന്നവർ പോലും അവരുടെ കയ്യിലിരിക്കുന്ന UPI
ഉയർത്തി കാണിച്ചിട്ടാണ് പേയ്മെൻറ്റ് സ്വീകരിക്കുന്നത്. അപ്പോൾ രാജ്യം ഇന്ന് ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻ്റ് ഉണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പേയ്മെൻറ്റ് നടക്കുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുന്നു. പ്രതിരോധ മേഖലയിൽ, ആഭ്യന്തര ഉൽപ്പാദന മേഖലയിൽ, പ്രത്യേകിച്ച് MSMEകളുടെ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെറുകിട വ്യവസായങ്ങളുടെ വികസനവും നിലനിൽപ്പും, അതോടൊപ്പം തന്നെ പ്രതിരോധ മേഖലയിൽ ഉണ്ടായിട്ടുള്ള കയറ്റുമതി, ഇതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുക. അപ്പോൾ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആ വികസനത്തിൻ്റെ പാതയിലേക്ക് മാറുന്നു. കേരളത്തിൽ അതിൻ്റെ സ്വാഭാവികമായിട്ടുള്ള തിരിച്ചറിവുകൾ ജനങ്ങൾക്കുണ്ടാകുന്നു എന്നുള്ളത് ഒരു BJP നിലപാട്, അത് വികസനത്തിൻ്റെ നിലപാട്, അത് മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നൽകുന്ന നിലപാട്, അത് കൂടുതൽ രാഷ്ട്രീയപരമായി ജനങ്ങളെ ചിന്തിപ്പിക്കുന്നൊരു നിലപാട്. അതിന് ഒരു വർഗീയതയുമില്ല, ഒരു രാഷ്ട്രവിരുദ്ധ ശക്തികളുടെ പിന്തുണയും അതിനില്ല. രാഷ്ട്രവിരുദ്ധ ശക്തികളെല്ലാം ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ രാഷ്ട്രീയത്തെ പരാജയപ്പെടുത്താനാണ് നോക്കുന്നത്. ജനങ്ങൾ അതിനെ സ്വീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്, ചെയ്യുന്നത്. അതാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞത്, കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിൽ BJPയെ ജനങ്ങൾ വിശ്വാസത്തിലെടുക്കുന്നു. ഇതൊരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. രാഷ്ട്രീയം എന്നുള്ളത് ഒരു വിശ്വാസത്തിൻ്റെ പ്രശ്നമാണ്. രാഷ്ട്രീയം എന്നുള്ളത് താൽക്കാലികമായിട്ടുള്ള ഇടപെടലുകളോ താൽക്കാലികമായിട്ടുള്ള പ്രചരണങ്ങളോ മാത്രമല്ല, അത് നീണ്ടു നിൽക്കുന്ന ഒരു വിശ്വാസത്തിൻ്റെ കൂടി ഭാഗമാണ്. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ്സിനെ ജനങ്ങൾ അങ്ങനെ വിശ്വസിച്ചിരുന്നു കൊണ്ടാണ് കാലങ്ങളോളം കോൺഗ്രസ്സിന് അനുകൂലമായ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾ സ്വീകരിച്ചത്. പക്ഷേ ഇന്നത് മാറിയിരിക്കുന്നു. കാലങ്ങളായി ആ സംസ്ഥാനങ്ങൾ, അങ്ങനെയുള്ള പ്രദേശങ്ങളെല്ലാം കോൺഗ്രസ്സിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ വിശ്വാസം നഷ്ടപ്പെടൽ LDFിലും നഷ്ടപ്പെട്ടു. 30 കൊല്ലക്കാലം ബംഗാൾ ഭരിച്ച് LDFിൽ വിശ്വാസം നഷ്ടപ്പെട്ടു. ത്രിപുരയിൽ ഏതാണ്ട് 25-30 കൊല്ലക്കാലം അവിടെയും ഭരിച്ചു, അവിടെയും വിശ്വാസം നഷ്ടപ്പെട്ടു. അപ്പോൾ വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ വിശ്വാസം ആർജിക്കാൻ കഴിയുന്ന ഒരു കോൺഗ്രസ്സിനും LDFിനും വിശ്വാസമില്ലാതെയാകുമ്പോൾ ജനങ്ങൾ വിശ്വസിക്കുന്ന പാർട്ടി, ജനങ്ങൾ അംഗീകരിക്കുന്ന പാർട്ടി, ജനങ്ങളുടെ മനസ്സ് കീഴടക്കുന്ന പാർട്ടി എന്നുള്ളത് BJP ആയി മാറുകയാണ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വരുന്നതോടുകൂടി കേരളത്തിൽ അദ്ദേഹം വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് ഈ വികസനത്തിൻ്റെ പാതയിലേക്ക് കേരളത്തെ അടുപ്പിക്കാൻ കഴിയുന്ന, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു വലിയ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉരുത്തിരിയും എന്നുള്ളതാണ്. അത് പതുക്കെ കേരളത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കൂടുതൽ വരും. അത് അസംബ്ലി തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായതുപോലെ തന്നെ അസംബ്ലി തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കും. സ്വാഭാവികമായും അതൊരു രാഷ്ട്രീയ മാറ്റമായി മാറും. പക്ഷേ UDFിൻ്റെ വർഗീയ കളിയുണ്ടല്ലോ, അത് വലിയ തോതിൽ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? UDFിൻ്റെ വർഗീയ നിലപാട് എന്ന് പറയുന്നത്, അവർ പറയുന്നത് മുസ്ലിം ലീഗ് മതേതരത്വ പാർട്ടിയാണ് എന്നാണല്ലോ. അതാണല്ലോ അവരുടെ ഒരു പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്. ആ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട് നിലനിർത്തുന്നതിൻ്റെ കാരണം കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ സ്വയം പ്രഖ്യാപിതമായിട്ടുള്ള ചില നിലപാടുകൾ മാത്രമാണ്. കോൺഗ്രസ്സുകാർ പോലും അത് അംഗീകരിക്കില്ലല്ലോ. NSSൻ്റെ നേതൃത്വവും SNDPയുടെ നേതൃത്വവും ഇന്ന് തിരിച്ചറിയുകയാണ്. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അടിമപ്പെട്ട്, അതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിഷയം. മുസ്ലിം ലീഗ് നേതൃത്വത്തിന് അടിമപ്പെട്ട നേതൃത്വമാണ് കോൺഗ്രസിൻ്റെ, UDFിൻ്റെ. അതിൽ നിന്ന് പുറത്തു വരാൻ ഇനി കോൺഗ്രസ്സിന് കേരളത്തിൽ കഴിയില്ല. അങ്ങനെ പുറത്തു വരാൻ അവർ ശ്രമിച്ചാൽ മുസ്ലിം ലീഗിനെ കൊണ്ട് LDF പോകും. അങ്ങനെ മുസ്ലിം ലീഗിനെ കൊണ്ട് LDF പോയാൽ കേരളത്തിലെ UDF എന്ന് പറയുന്ന രാഷ്ട്രീയ സംവിധാനം വട്ടപൂജ്യമായി മാറും. അപ്പോൾ കോൺഗ്രസ്സിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിന് അടിമപ്പെട്ടും മുസ്ലിം ലീഗിന് കീഴ്പ്പെട്ടും നിൽക്കാതെ ഒരു ഘട്ടത്തിലും ഇനി മുന്നോട്ട് പോകാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലില്ല. ആ വർഗീയ അജണ്ടയും, അതുകൊണ്ടാണല്ലോ രാജ്യത്തെ ഏറ്റവും വലിയ വർഗീയ പാർട്ടിയായ ഇന്നും അത് സൂക്ഷിക്കുന്ന, ഇന്നും നേതാക്കന്മാർ പൊതുവേദികളിൽ വന്ന് ഞങ്ങൾ ഒരു സമുദായത്തിന് വേണ്ടി നിലനിൽക്കുന്ന, ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട് ഇതാണ് എന്ന് പറയുന്ന യുവ നേതാക്കന്മാർ വരെ പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ അത് മതേതര പാർട്ടിയാണ് എന്ന് പറഞ്ഞ് കൂടെ നിർത്തുന്നത് എന്തുകൊണ്ടാണ്? ആ നിലപാട് UDFിനെ സംബന്ധിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നിടത്തോളം കാലം കേരളത്തിൽ വലിയ സാധ്യതയാണ് മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് BJPയെ സംബന്ധിച്ച് ഉയർന്നു വരുന്നത്. കാരണം ഈ വർഗീയ നിലപാട് ഇനി ജനങ്ങൾ അംഗീകരിക്കില്ല. കാരണം മുസ്ലിം ലീഗിനോടൊപ്പം നിന്നുകൊണ്ട് കേരളത്തെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഭീകരവാദ അല്ലെങ്കിൽ തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളെ പിന്തുണക്കുന്ന LDFിൻ്റെ നിലപാടാണെങ്കിലും UDFിൻ്റെ നിലപാടാണെങ്കിലും അത് ജനങ്ങൾ അംഗീകരിക്കില്ല. ഈ സുഡാപ്പികളൊക്കെ മോദിയെ ഭയക്കുന്നുണ്ട്. അതുകൊണ്ടല്ല, അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സുഡാപ്പികൾ അല്ല. അതിൻ്റെ കാരണം കേരളത്തിൽ തീവ്രവാദം നടത്തി മറ്റൊരു രാജ്യത്തേക്ക് ചേക്കേറാം എന്നുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. കേരളത്തിൽ തീവ്രവാദത്തിന് വളർച്ചയുണ്ടാക്കി കേരളത്തിൽ ആ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് പിന്നീട് മുന്നോട്ട് പോയി വേറെ രാജ്യത്തോ വേറെ സംവിധാനത്തിലോ പോയി ചേക്കേറാമെന്നുള്ള സാഹചര്യം മാറിയിരിക്കുന്നു. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടുന്ന സാഹചര്യം ഇന്ന് ഇന്ത്യയിലില്ല.
തീവ്രവാദത്തിന് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടിയിട്ടുണ്ട്. തീവ്രവാദത്തിന് പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുത്തതിൻ്റെ പരിണിതഫലമാണ് നമ്മൾ അനുഭവിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിലും LDFൻ്റെ ഭരണകാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ ആ പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കിട്ടിയതിൻ്റെ ഫലം കേരളത്തിൽ എത്രയോ സംഭവങ്ങളിൽ നാം കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സംഭവങ്ങൾക്ക് ഇനി കേരളത്തിൽ പ്രസക്തിയില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് ഈ തീവ്രവാദ സാമുദായിക സംഘടനകളെ വളരാനും കേരളം ഇനി അനുവദിക്കില്ല.